അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കും ഭരണപരമായ തീരുമാനങ്ങൾക്കും ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് US ഫെഡറൽ കോടതിയിൽ നിന്ന് നിർണായകമായ ഒരു വിധി പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കയിലെ ദേശീയ പാർക്കുകളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ചരിത്ര പ്രധാനമായ പ്രദർശനങ്ങളും പ്രദർശന സാമഗ്രികളും അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ ഫെഡറൽ ജഡ്ജി ട്രംപ് ഭരണകൂടത്തോട് ഉത്തരവിട്ടു. കെന്നഡി സെന്ററിന്റെ പേര് മാറ്റാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന് കോടതിയിൽ നിന്ന് അടുത്ത വലിയ പ്രഹരം ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ചില നിർണായക ഭാഗങ്ങളെ ബോധപൂർവം വെള്ളപൂശാൻ അഥവാ മറച്ചുവെക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നുവെന്ന കടുത്ത കുറ്റപ്പെടുത്തലോടെയാണ് കോടതി ഈ വിധി പ്രസ്താവിച്ചത്. ഫെഡറൽ ജഡ്ജ് ഏഞ്ചൽ കെല്ലിയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിവാദപരമായ സാംസ്കാരിക നയങ്ങൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചത്. അടിമത്തം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകളും പ്രദർശനങ്ങളും മാറ്റിമറിച്ച ഉദ്യോഗസ്ഥരുടെ നടപടികൾ അടിയന്തരമായി തിരുത്തണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പൊതുസ്ഥലങ്ങളിലെ ചരിത്ര സ്മാരകങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കോടതി കർശനമായി വിലക്കുകയും ചെയ്തു. ഈ കോടതി വിധി അമേരിക്കൻ രാഷ്ട്രീയത്തിലും നിയമവൃത്തങ്ങളിലും വലിയൊരു സംവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ചരിത്രപരമായ കൃത്യത നിലനിർത്താനുള്ള നിയമവ്യവസ്ഥയുടെ പോരാട്ടമാണിതെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ, പ്രസിഡന്റിന്റെ നയരൂപീകരണ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ജുഡീഷ്യറിയുടെ അനാവശ്യ ഇടപെടലാണിതെന്ന് മറുവിഭാഗം ആരോപിക്കുന്നു. ട്രംപ് ഭരണകൂടം തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസരിച്ച് അമേരിക്കയുടെ ചരിത്രത്തെയും ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളെയും തിരുത്തിയെഴുതാൻ ശ്രമിച്ചുവെന്നാണ് ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ദേശീയ പാർക്കുകളിലെ ഗൈഡുകളിൽ നിന്നും മ്യൂസിയങ്ങളിൽ നിന്നും പരിസ്ഥിതി വ്യതിയാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നീക്കം ചെയ്തത് ഇതിന്റെ ഭാഗമാണെന്ന് അവർ വാദിച്ചു. ട്രംപ് അധികാരമേറ്റത് മുതൽ അമേരിക്കൻ ദേശീയതയ്ക്കും തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനും അനുയോജ്യമായ രീതിയിൽ പൊതുയിടങ്ങളെ പുനഃക്രമീകരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് രാജ്യത്തിന്റെ കറുത്ത ചരിത്രമായ അടിമത്തത്തെക്കുറിച്ചുള്ള കടുത്ത യാഥാർത്ഥ്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്മാരകങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയത്. ഇത്തരം ചരിത്ര സത്യങ്ങൾ പുതിയ തലമുറയിൽ നിന്ന് മറച്ചുവെക്കുന്നത് വംശീയമായ വിവേചനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ മാത്രമേ ഉപകരിക്കൂവെന്ന് സാംസ്കാരിക പ്രവർത്തകരും ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് ഫെഡറൽ കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ. കാലാവസ്ഥാ വ്യതിയാനം ഒരു വ്യാജ പ്രചാരണമാണെന്ന നിലപാട് മുൻപും പരസ്യമായി സ്വീകരിച്ചിട്ടുള്ള നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ പാർക്കുകളിൽ നിന്ന് ആഗോള താപനത്തെയും പരിസ്ഥിതി വ്യതിയാനത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ നീക്കം ചെയ്യാൻ വൈറ്റ് ഹൌസ് നിർദ്ദേശം നൽകിയിരുന്നു. ശാസ്ത്രത്തെക്കാൾ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകുന്ന ഈ നടപടി രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുമെന്ന കോടതിയുടെ നിരീക്ഷണം ട്രംപ് ക്യാമ്പിന് കനത്ത തിരിച്ചടിയാണ്. ചരിത്രം എന്നത് ഭരണാധികാരികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ലെന്ന ശക്തമായ സന്ദേശമാണ് ജഡ്ജ് ഏഞ്ചൽ കെല്ലി നൽകിയിരിക്കുന്നത്. അതേസമയം ട്രംപിനെ അനുകൂലിക്കുന്ന റിപ്പബ്ലിക്കൻ ക്യാമ്പ് ഈ വിധിയെ ജുഡീഷ്യൽ അതിക്രമമായാണ് ചിത്രീകരിക്കുന്നത്. ജനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിന് രാജ്യത്തെ പൊതുനയങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ടെന്ന് അവർ വാദിക്കുന്നു. ദേശീയ സ്മാരകങ്ങളുടെ നടത്തിപ്പും അവയിലെ പ്രദർശനങ്ങളും തീരുമാനിക്കേണ്ടത് ഭരണകൂടമാണ്, അല്ലാതെ കോടതികളല്ല എന്നാണ് അവരുടെ നിലപാട്. ഡെമോക്രാറ്റിക് അനുഭാവമുള്ള ജഡ്ജിമാർ ട്രംപിന്റെ ഭരണപരമായ നീക്കങ്ങളെ മനഃപൂർവ്വം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് വക്താക്കൾ ആരോപിക്കുന്നു. കെന്നഡി സെന്ററിന്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഈ വിധി വന്നത് ട്രംപിന്റെ ജനപ്രീതിയെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. കായിക വിനോദമായ UFC ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ട്രംപിന് ഈ അപ്രതീക്ഷിത കോടതി വിധി നേരിടേണ്ടി വന്നത്. ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലും വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആഭ്യന്തരമായി കോടതികളിൽ നിന്ന് തുടർച്ചയായി നേരിടുന്ന തിരിച്ചടികൾ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഈ കോടതി വിധി നിയമപരമായി നടപ്പിലാക്കുക എന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു വെല്ലുവിളിയായിരിക്കും. നീക്കം ചെയ്ത പ്രദർശനങ്ങൾ വീണ്ടും പഴയപടിയാക്കുക എന്നത് വലിയ സാമ്പത്തിക ബാധ്യതയും സമയവും ആവശ്യപ്പെടുന്ന ഒന്നാണ്. എങ്കിലും കോടതി ഉത്തരവ് ലംഘിച്ചാൽ അത് ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നതിനാൽ താൽക്കാലികമായി കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാൻ വൈറ്റ് ഹൌസ് നിർബന്ധിതരായേക്കും. എങ്കിലും ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ട്രംപിന്റെ നിയമവിദഗ്ധർ ആലോചിക്കുന്നത്. അമേരിക്കൻ ചരിത്രത്തിന്റെ സുതാര്യത ഉറപ്പാക്കാൻ ഈ വിധി അനിവാര്യമായിരുന്നുവെന്നാണ് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ വ്യക്തമാക്കുന്നത്. ചരിത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു.
അടിമത്തത്തിന്റെ കൈപ്പേറിയ ഓർമ്മകളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ശാസ്ത്രീയ സത്യങ്ങളും ജനങ്ങളിലേക്ക് കൃത്യമായി എത്തേണ്ടതുണ്ട്. അതിനെ തടയാൻ നോക്കിയ ട്രംപിന്റെ അഹങ്കാരത്തിനുള്ള മറുപടിയാണ് ഈ വിധി എന്നവർ വാദിക്കുന്നു. ഭരണകൂടവും ജുഡീഷ്യറിയും തമ്മിലുള്ള ഈ പോരാട്ടം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും വലിയ ചർച്ചാ വിഷയമാകും. പൊതുസ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണം സംബന്ധിച്ച് ഇരു വിഭാഗവും പുലർത്തുന്ന വ്യത്യസ്തമായ നിലപാടുകൾ വോട്ടർമാർക്കിടയിൽ വലിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചരിത്രപരമായ കൃത്യത നിലനിർത്താൻ കോടതികൾക്ക് എത്രത്തോളം ഇടപെടാമെന്ന കാര്യത്തിൽ ഈ കേസ് വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമപരമായ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്.